നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രിമാരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം മഹസറിൽ ഒപ്പിട്ടതിൽ വിശദീകരണം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് കണ്ടർ രാജീവർ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്താണല്ലോ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടത് അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല. എ പത്മകുമാർ നാളെ വൈകിട്ട് വരെ SIT കസ്റ്റഡിയിൽ. പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തതിൽ CPIക്ക് അതൃപ്തി. മുൻ തിരുവാഭരണം കമ്മീഷണർ ജയശ്രീയുടെ അറസ്റ്റ് വെള്ളിയാഴ്ച വരെ തടഞ്ഞ് കോടതി. മുനമ്പം നിവാസികൾക്ക് ആശ്വാസം. റവന്യൂ അവകാശങ്ങൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച് ഹൈക്കോടതി. അന്തിമ വിധി വരും വരെ ഭൂമിക്ക് കരമടയ്ക്കാം. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ട് ഇന്ന് സാധിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലും ഭാരതാംബ വിവാദം. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധം. അഭിഭാഷകർ ചടങ്ങ് ബഹിഷ്കരിച്ചു. ഗവർണർക്ക് അതൃപ്തി. ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി ലോയേഴ്സ് യൂണിയൻ. കോഴിക്കോട് SDPI പിന്തുണ ഇടതുമുന്നണിക്ക്. BJPയെ തോൽപ്പിക്കാനാണ് പിന്തുണ നൽകുന്നത് എന്ന വിശദീകരണം. ഇടത് SDPI ബന്ധം ചർച്ചയാക്കാൻ UDF. ഈരാറ്റുപേട്ടയിൽ PDP ജില്ലാ പ്രസിഡന്റ് LDF സ്ഥാനാർത്ഥി. വിവാദങ്ങൾക്കിടെ നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ച് രാഹുൽ മാങ്കൂട്ടം. തന്റെ വാദം കൂടി കേൾക്കണമെന്ന ആവശ്യം. രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകി K സുധാകരൻ. അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJPക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. സണ്ണി ജോസഫിനും മൃദു സമീപനം. VD സതീശൻ കടുത്ത നിലപാടിൽ തന്നെ. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി പിടിയിലായത് മുഖ്യസൂത്രധാരൻ ഉമർ നബിയുടെ സഹായി. രാജ്യത്ത് IED നിർമ്മാണ വസ്തുക്കൾ സുലഭമെന്ന NSGയുടെ മുന്നറിയിപ്പ്. സുരക്ഷിത ഇടങ്ങളിലും സ്ഫോടന സാധ്യതയെന്നും റിപ്പോർട്ട്. വെഞ്ഞാറമ്മൂട് IS കേസിന്റെ വിവരങ്ങൾ NIAക്ക് കൈമാറുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. പിടിച്ചെടുത്ത ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തും. അന്വേഷണം പ്രാരംഭഘട്ടത്തിലെന്നും റവാദ ചന്ദ്രശേഖർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. കമ്മീഷൻ പറയുന്നതല്ല സാഹചര്യമെന്ന് കേരള സർക്കാർ. SIRന് കുട്ടികളെ ഉപയോഗിക്കുന്നതിൽ തഹസീൽദാറുടെ ഉത്തരവിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നാണം കെടുത്തി ദക്ഷിണാഫ്രിക്ക. ഗുവാഹത്തിയെ 408 റൺസിന്റെ പടുകൂറ്റൻ ജയം. 2 മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരി സന്ദർശകർ. സൈമൺ ഹാർമർക്ക് 6 വിക്കറ്റ്. മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളം അല്പസമയത്തിനകം ഒഡീഷയെ നേരിടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. കണ്ടർ രാജീവര്, കണ്ടർ മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് ഇരുവരും മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതിയുണ്ട് എന്ന് കണ്ടർ രാജീവര് പ്രതികരിച്ചു. എല്ലാവരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്താണല്ലോ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടത് അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് 2 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു.
നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡി. പത്മകുമാറിന് എതിരെ നടപടി വൈകുന്നതിൽ CPIക്ക് ആശങ്കയുണ്ട്. നടപടി വൈകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് CPI വിലയിരുത്തുകയാണ്. VV അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, നിർണായകമായ നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്, പ്രത്യേകിച്ച് തന്ത്രിമാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത പശ്ചാത്തലം. അതേസമയം പത്മകുമാറിന് കസ്റ്റഡിയിലുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യൽ, ഒപ്പം വിവിധ രേഖകൾ പരിശോധിക്കൽ, അങ്ങനെ വലിയ നീക്കങ്ങളുമായി തന്നെ SIT മുന്നോട്ട് പോകുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ആദ്യം ഉദ്യോഗസ്ഥർ, പിന്നീട് ഭരണ നേതൃത്വം ജയിലിലാണ്. ഇനി ആര് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മന്ത്രിയോ തന്ത്രിയോ എന്ന ചോദ്യം നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട്. മന്ത്രിമാരിലേക്ക് അന്വേഷണം പോകണമെന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ശബരിമലയുടെ തന്ത്രിമാരിലേക്കാണ്. 2 മുൻ തന്ത്രിമാരെ SIT ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. SITയുടെ ഈഞ്ചേക്കൽ ഓഫീസ് വിളിച്ചു വരുത്തിയാണ് ഇവരെ SIT മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നുവെന്നാണ് ഇവരുടെ മൊഴി. കാരണം അത് നിഷേധിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി തന്നെ തന്ത്രിയുമായുള്ള ബന്ധമൊക്കെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമെന്നാണ് ഇപ്പോൾ തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നത്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തങ്ങളുടെ ചുമതലയെന്നും ഇവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യം ഇവരെ ഈ ക്രമക്കേടിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ പറഞ്ഞത് എല്ലാം ദൈവതുല്യരായി നമ്മൾ കാണുന്നവർക്കുമൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന ഒരു പരാമർശം പത്മകുമാർ നടത്തിയിരുന്നു. അതാര് എന്ന ചോദ്യമാണ് സ്വാഭാവികം തന്ത്രിമാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ വിജിലൻസിനും ദേവസ്വം ബോർഡിനുമൊക്കെ ലഭിച്ച പരാതികളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠരര് രാജീവരുടെ അടുത്ത ബന്ധവും അവരുടെ ഇടപാടുകളുമൊക്കെ സൂചനകൾ, ആരോപണങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന പോകും. പത്മകുമാറിനെ അല്പസമയത്തിനകം ഈഞ്ചേക്കലിലെ ഓഫീസിലേക്ക് അന്വേഷണ സംഘം എത്തിക്കും. നാളെ വൈകുന്നേരം വരെയാണ് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി വിട്ടു നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് പത്മകുമാർ മറുപടി പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഏതായാലും ആരുടെയൊക്കെ പങ്കാണ് പത്മകുമാറിൻ്റെ മൊഴിയുടെ ലഭിക്കുക? കൃത്യമായി ഓരോ മൊഴികളിലേക്ക് പുതിയ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു അന്വേഷണ സംഘം. അങ്ങനെയാണ് പത്മകുമാർ വരെ എത്തി നിൽക്കുന്നത്. പത്മകുമാറിൻ്റെ മൊഴി ആർക്ക് എതിരാകും എന്ന കാര്യത്തിലാണ് വലിയ ആശങ്കകൾ ഇപ്പോൾ പൊതുവിൽ വരുന്നത്. തന്ത്രിമാരിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അന്നത്തെ മന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് പത്മകുമാറിൻ്റെ മൊഴി പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സജീവമായുള്ളത്. അതിന് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇതിൽ പത്മകുമാർ ജയിലിലാണെങ്കിൽ പോലും അയാൾക്കെതിരെ ഒരു നടപടിക്ക് CPM തയ്യാറായിട്ടില്ല. കുറ്റപത്രം വരുന്നവരെ കാത്തിരിക്കാമെന്നാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ ആശങ്ക CPIക്കുണ്ട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് CPI ഈ പത്മകുമാറിൻ്റെ പാർട്ടി നടപടി വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ തരത്തിലുള്ള ചർച്ചയും ആശങ്കയും ഒക്കെ ഉയർന്നു. പക്ഷേ അവരൊരു പരസ്യ പ്രതികരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തയ്യാറാകാനിടയില്ല. നിർണായക നീക്കവുമായി SIT ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. ഈ ചോദ്യത്തിന് മുന്നിൽ എത്തിയ, അല്ലെങ്കിൽ മൊഴി നൽകാനെത്തിയ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടക്കം, തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാർ കുറ്റക്കാരാണ് എന്ന് കരുതുന്നില്ല എന്ന് K മുരളീധരൻ. തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട എന്നും K മുരളീധരൻ പറഞ്ഞു. എടുത്തു എല്ലാവരും എടുത്തു. ഏതായാലും സ്വർണം കട്ടതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയുള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ, തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതുവരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു. താൻ നടപ്പിലാക്കിയത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നുവെന്നാണ് ജയശ്രീയുടെ ഹർജിയിലെ വാദം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമാണ് ആവശ്യം. മുനമ്പം നിവാസികൾക്ക് ആശ്വാസം. മുനമ്പത്ത് താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശം. ഉത്തരവിനെ മുനമ്പം നിവാസികൾ സ്വാഗതം ചെയ്തു. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കലിലായിരുന്നു. അതിനുള്ള കാരണം വഖഫ് ബോർഡ് ഒരു കത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിലേ ഇല്ല. വഖഫ് ആക്ടിലെ ഒരു വസ്തുവിനെ വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തണം,
ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, ആൾക്കാരൊക്കെ നോട്ടീസ് അയച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വസ്തു വഖഫാവൂ. പക്ഷേ വഖഫ് ബോർഡ് ഇതൊന്നും ചെയ്യാതെ ഒരു കത്ത് എഴുതി പിന്നെ വില്ലേജ് ഓഫീസർമാർക്ക് അയച്ചു, ഒരു കോപ്പി തഹസീൽദാർക്ക് കൊടുത്തു. നിങ്ങളിനി മുനമ്പത്തെ ജനങ്ങളിൽ നിന്നും കരം സ്വീകരിക്കാൻ പാടില്ല. ഇത് സർക്കാർ അങ്ങനെ ഒരു തെറ്റായ ഈ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിന് ശേഷം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശം നിഷേധിച്ചു. വിലപ്പെട്ടൊരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇത് ഭൂസംരക്ഷണ സമിതിക്ക് കിട്ടിയേക്കുന്ന വിധിയല്ല. എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു വക്കീലിനെ പുതുതായിട്ട്, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ പോക്ക് ശരിയല്ല, അതൊരു കോൺഗ്രസിന് അടിമപ്പെട്ട ഒരു സംഘടനയായി മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതി മെമ്പർമാരാണ്. ഞങ്ങളെല്ലാവരും രാജ്യം, എസ്പെഷ്യലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണും കൺവീനർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന കാലം തുടങ്ങിയ ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന പോലെ മുൻപത്തെ എന്നും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഒരു കയ്യൊപ്പാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചതി ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണെന്ന് മറ്റുള്ള വക്കീലന്മാരും ഇവർ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയണം റബ്ബർ തോട്ടം ഹാജരാകുമെന്ന് പറഞ്ഞാൽ ഒരു തോട്ടവും ഇന്ന് ഹാജരായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൃഷ്ണനുണ്ണി സാറാണ് ഞങ്ങൾക്ക് ഇവിടെ ഹാജരായത്. ഞങ്ങൾക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കുറച്ച് ആൾക്കാർക്കല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ എങ്ങനെയെങ്കിലും, ബാക്കി ഒരു കൂട്ടം ജനത ഒരു 4 വർഷമായിട്ട് കഷ്ടപ്പാട് ഞങ്ങൾ. പിന്നെ അതിലെല്ലാത്തിനുപരി ഞങ്ങൾക്ക് നന്ദിയുള്ളത് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനോടാണ്, നരേന്ദ്രമോദി സർക്കാരിന് പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ടും ഇന്ന് സാധിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, കരം അടയ്ക്കാത്ത ഭൂമി എന്നതുകൊണ്ട് തന്നെ പല ക്രയവിക്രയങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബാങ്ക് ഇടപാടുകൾ പോലും നടക്കാത്ത പശ്ചാത്തലം. താൽക്കാലികമായെങ്കിലും ഇത് ആശ്വാസമല്ലേ മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് ഇത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ റവന്യൂ അവകാശങ്ങൾ, മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് മുനമ്പത്തുകാർക്ക് താൽക്കാലികമായാലും റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവ്. മറ്റ് കേസുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വഖഫിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്ന സാഹചര്യത്തിൽ തന്നെ മുനമ്പത്തെ ഭൂമിയുടെ അവകാശികൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണം എന്നുള്ള ഒരു ആവശ്യം നൽകാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത് മുനമ്പത്തെ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ഭൂമിയുടെ മേലുള്ള തർക്കം നിലനിൽക്കുകയാണ്. ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകാതെ, അതായത് കരമൊടുക്കാനുള്ള അവകാശങ്ങൾ പോലും അവർക്ക് സ്ഥാപിച്ചു നൽകാതെയുള്ള നീക്കത്തിൽ ഈ മുനമ്പം ജനത പ്രക്ഷോഭവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടും 400 ദിവസങ്ങളിലധികം പിന്നിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ 1950 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി നൽകിയുള്ള ഡീഡ് അനുസരിച്ചിട്ട് അത് മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഉത്തരവ് തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചും കഴിഞ്ഞ തവണ സ്വീകരിച്ചത്. അതുമാത്രമല്ല, ഈ ഡീഡ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് എന്ന് കോടതി എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 1950 സിദ്ദിഖ് സേട്ട് എഴുതി നൽകിയിരിക്കുന്ന ഡീഡ് അനുസരിച്ചിട്ട് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉപയോഗിക്കേണ്ടത്. അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഫാറൂഖ് കോളേജിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ പിൻഗാമികളിലേക്കോ തിരിച്ചു വരുമെന്നായിരുന്നു സിദ്ദിഖ് സേട്ട് എഴുതി വെച്ചിരുന്നത്. അല്ലാതെ ആ ഭൂമി വഖഫിലേക്ക് പോകുമല്ല എന്നല്ല ആയിരുന്നില്ല ആ ഡീഡ് പ്രകാരം. അതനുസരിച്ച് തന്നെയാണ് വഖഫ് എന്നൊരു വാക്ക് അതിലുള്ളത് കൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് ഇതിൽ അവകാശം ഉന്നയിക്കാൻ മുന്നോട്ട് പോയത് എന്നുള്ളതും. അതുമാത്രമല്ല, ഇത്തരം അവകാശങ്ങൾക്കെതിരെ, ഇത്തരം അവകാശ സ്ഥാപനങ്ങൾക്കും ലംഘനങ്ങൾക്കുമെതിരെ ഹൈക്കോടതി നിശ്ചിതമായി വഖഫ് ബോർഡിനെ വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അവകാശങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് ഹർജികൾ കൂടി പരിഗണിച്ചത്. മുൻപം ഭൂസംരക്ഷണ സമിതിയുടെ അടക്കമുള്ള ഹർജികൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്.
എങ്കിലും ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഹർജി കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുൻപത്തെ ആളുകൾക്ക് റവന്യൂ അവകാശങ്ങൾ, അവരുടെ ഭൂമിയിലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകണമെന്നുള്ളൊരു ഹർജി കൂടി കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ച്, സിംഗിൾ ബെഞ്ചാണ് മുൻപത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഒഴിവാക്കണം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കരമൊടുക്കാനുള്ള അവകാശങ്ങൾ മുൻപത്തുകാർക്ക് നൽകണം, കോടതിയിൽ മറ്റ് വ്യവഹാരങ്ങൾ അവിടെ ഇരിക്കട്ടെ, പക്ഷേ താൽക്കാലികമായി ഇതിൽ പരിഹാരമുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി വരുന്നതുവരെ ഇവർക്ക് താൽക്കാലിക പരിഹാരം ഈ കേസിൽ ഉണ്ടാകണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അഖിലേഷ്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുനമ്പം നിവാസികൾക്ക് വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. വെൽഫെയർ പാർട്ടി ബന്ധം UDF-നെതിരെ ആയുധമാക്കുന്നതിനിടെ കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റു ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്തുണ LDF-നെന്ന SDPI. BJP-യെ പരാജയപ്പെടുത്തൽ ആണ് പ്രധാന ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ ഗുണപരമാകുക LDF ആണ് എന്നും SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിഷയം LDF-നെതിരെ UDF പ്രചാരണം ആയുധമാക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 11 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 200-ലധികം വാർഡുകളിലുമാണ് SDPI ഇത്തവണ മത്സരരംഗത്തുള്ളത്. അവശേഷിക്കുന്ന മറ്റിടങ്ങളിൽ LDF-നാവും പിന്തുണയെന്ന് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. കാരണം BJP ഒരു പ്രധാന ശക്തിയായി ജില്ലയിൽ വളർന്നുവരുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലടക്കം 22 ഇടത്താണ് കഴിഞ്ഞ തവണ BJP രണ്ടാം സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് BJP-യുടെ വളർച്ചയെ ഫലപ്രദമായി ചുരുക്കുക, അല്ലെങ്കിൽ BJP-യുടെ വിജയം തടയുക എന്നത് LDF-ലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് SDPI നിലപാട്. അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ CPM-ന് ഇത്തവണ പിന്തുണ നൽകും എന്നും SDPI വ്യക്തമാക്കുന്നു. SDPIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ച് പോകുക എന്നുള്ളതാണ്. NDA ഒഴികെയുള്ള UDF-ആയിട്ടും LDF-ആയിട്ടും ഒക്കെ സഹകരിച്ച് പോകാം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇത്തവണ SDPI ഒറ്റക്കാണ് മത്സരിക്കുന്നത്. ആരുമായിട്ട് അങ്ങനെ ധാരണ ഉണ്ടാക്കില്ല. പ്രാദേശിക തലങ്ങളിൽ UDF-ന്റെയും LDF-ന്റെ ഒക്കെ ആളുകൾ പല രീതിയിലും പാർട്ടിയായിട്ട് സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. BJP വരാതിരിക്കാനുള്ള ഒരു നീക്കുപോക്ക്, അത് UDF ആണോ LDF ആണോ ഓരോ പ്രദേശത്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒരു അനുകൂലമായുള്ളൊരു അന്തരീക്ഷം എടുക്കാനാണ് പാർട്ടി സ്വാഭാവികം തീരുമാനിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ നിലവിലെ 11 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സരിക്കാത്ത ഏകദേശം ഒരു 47-ഓളം സീറ്റുകളിൽ പാർട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോട്ട് പാർട്ടിക്കുണ്ട്. അവിടങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ BJP 7 സീറ്റിൽ ജയിച്ചു. 22 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത. വടകര നഗരസഭയിലും അഴിയൂർ പഞ്ചായത്തിലും അടക്കം ഇത്തവണ നേരത്തെ തന്നെ SDPI CPM ധാരണയുണ്ടെന്ന ആരോപണവുമായി DCC അടക്കം രംഗത്ത് വന്നിരുന്നു. ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും ഒരു അവിശുദ്ധ ധാരണ ഇരുപക്ഷം തമ്മിലുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തത്. നേരത്തെ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ട് എന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിരുന്നു. പല ഇടങ്ങളിലും പഞ്ചായത്തുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ഒപ്പം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയ ഇടങ്ങളിൽ മറിച്ചും പിന്തുണ ലഭിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്താണ് SDPI CPM-ന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സമസ്ത അടക്കമുള്ള വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തെ എതിർക്കുന്നതിനിടയിലാണ് SDPI പരസ്യമായി CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം PDP ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോട്ടയത്തെ ഇടതുമുന്നണി. ഈരാറ്റുപേട്ട നഗരസഭയിലെ 9ാം ഡിവിഷനായ കാരക്കാടാണ് PDP ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി UDF ധാരണയെ ശക്തമായി വിമർശിക്കുന്നതിനിടെയാണ് ഈരാറ്റുപേട്ടയിലെ ഈ പുതിയ സഖ്യം. സംസ്ഥാനത്തൊട്ടാകെ വെൽഫെയർ പാർട്ടി UDF ബന്ധം എന്ന ആരോപണങ്ങൾ LDF ഉയർത്തുന്നതിനിടെയാണ് പലയിടത്തും PDP-യുമായി സഖ്യം ചേർന്നുള്ള LDF നിലപാട് വരുന്നത് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രത്യക്ഷമായ കാഴ്ചയാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഉയർന്നു വരുന്നത്. PDP-യുടെ ജില്ലാ അധ്യക്ഷനെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിക്കൊണ്ടാണ് കോട്ടയത്ത് LDF ഈ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് കളമൊരുക്കുന്നത് എന്നുള്ളതാണ്. നിഷാദ് നടക്കൽ എന്ന PDP ജില്ലാ പ്രസിഡന്റിനെ ഈരാറ്റുപേട്ട നഗരസഭയിലാണ് സ്ഥാനാർത്ഥി, കാരക്കാട് 9ാം ഡിവിഷനാണ്, കാരക്കാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്.
നമുക്കറിയാം നേരത്തെ തന്നെ ഈരാറ്റുപേട്ടയിൽ 2 സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി അത് UDF പിന്തുണയോടെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് മുന്നണികളും LDFും UDFും ഒരിടത്ത് വെൽഫെയർ പാർട്ടിയുമായി UDF കൂട്ടുകെട്ടുണ്ടാകുന്നതെങ്കിൽ ഇപ്പുറത്ത് PDPയുമായി കൂട്ടുകെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരു രഹസ്യമല്ല, പരസ്യമായി തന്നെ പോസ്റ്ററുകളിലടക്കം മദനിയുടെ ചിത്രം പതിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിഷാദ് നടക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും പരസ്പര ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിനിടെ, ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഉന്നയിക്കുന്നതിനിടെ BJPയും ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വർഗീയ ശക്തി എന്നാണ് പൊതുവെ LDFും UDFും ഒക്കെ BJPയെ അല്ലെങ്കിൽ LDF മുന്നണിയെ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ ഒരുപക്ഷെ തീവ്ര വർഗീയം എന്ന് ആരോപിക്കുന്ന കക്ഷികളുമായി ഇടതുമുന്നണിയും ഒപ്പം തന്നെ UDFും ബന്ധം പുലർത്തുന്ന പരസ്യ ബാന്ധവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇപ്പുറത്ത് വെൽഫെയർ പാർട്ടിയുടെ സഖ്യം എന്നതിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അങ്ങനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അതും പരസ്യമായി നിൽക്കുന്നു പലയിടത്തും താഴെത്തട്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ UDF ചൂണ്ടിക്കാണിക്കുന്നത്, പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് വെൽഫെയർ പാർട്ടിക്കെതിരെ വലിയ കേസുകളൊന്നുമില്ല. അതേസമയം PDPക്കെതിരെ, അബ്ദുൽ നാസർ മദനിക്കെതിരെ ബോംബ് സ്ഫോടന കേസടക്കം നിൽക്കുന്ന ഒരാളുടെ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരാളുടെ ചിത്രം വെച്ചുകൊണ്ടാണ് LDF പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 3 മുന്നണികളും ഇത് പലതരത്തിൽ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചിലരത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണം തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ വ്യക്തമാകുന്നത്. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ വെൽഫെയർ പാർട്ടി LDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും PMA സലാം പറഞ്ഞു. പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ LDFന് ചെയ്തിരുന്നു, LDFിൻ്റെ ഒപ്പം നിന്നിരുന്നു. ഇപ്പോൾ അവർ LDF കള്ളത്തരാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു. അവരുടെ കള്ളത്തരവും വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു. ഇന്ത്യ രാജ്യത്ത് BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി, രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം. പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കും UDFനും പിന്തുണായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്. ആകാശം ഇടിച്ചു പൊളിച്ചിട്ടില്ല. അതിനെതിരെ വന്ന ആളുകൾ പറഞ്ഞതൊക്കെ എന്തായി, എവിടെയാണ് സംഭവിച്ചത്, എത്രയായി ഞങ്ങളെ ഭൂരിപക്ഷം കൂടിയത്, ഇതേ വാർത്തകളൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ UDFിൽ ഘടകകക്ഷിയല്ല, മുന്നണിയില്ല, സഖ്യമില്ല, ഒന്നുമില്ല. പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഗർഭഛിദ്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും കൈവിടാതെ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന സർട്ടിഫിക്കറ്റ് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ നൽകുമ്പോൾ സർക്കാർ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ. പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി കുറ്റക്കാരനല്ലെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJPക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. KPCയുടെ മുൻ അധ്യക്ഷൻ K സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് യാദൃച്ഛികമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ നേതാക്കളെ കണ്ട്, മുതിർന്ന നേതാക്കളെ കണ്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടുമൊക്കെ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, പെൺകുട്ടി തന്നെ കുടുക്കിയതാണെന്ന ഒരു പുതിയൊരു വേർഷനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളെ കാണുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമാണ് K സുധാകരൻ്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, തന്നെ പാർട്ടി തിരിച്ചെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേതാക്കളെ കാണാനിറങ്ങുന്നത്. ശ്രീ KC വേണുഗോപാലിൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തലൻ്റെ നേതാവാണ്, ശ്രീ VD സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി ഉദ്ദേശം അല്ല. ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്.
നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിലപാടിനെ തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്നും മുൻ KPCC അധ്യക്ഷൻ കൂടിയ K മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനൊപ്പം തന്നെ പെൺകുട്ടി പുകമറയിൽ നിൽക്കാതെ പുറത്തേക്ക് വരണം, പരാതി നൽകാൻ ധൈര്യത്തോടെ പുറത്തു വരണമെന്നൊരു നിലപാട് കൂടി മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നും. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇന്നലെ രാഹുലിനെതിരെ നേരത്തെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് വിഷയത്തിൽ എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. സമാനമായ പ്രതികരണമാണ് ഇന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് രാഹുലിനെതിരെ ഉടനൊന്നും ഒരു നടപടി ഉണ്ടാകില്ല, കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന ഒരു വ്യക്തമായ സൂചനയായി കൂടി KPCC അധ്യക്ഷന്റെ വാക്കുകളെ കാണാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സ്വോട്ട് എടുത്തല്ലോ. ആ കേസിന്റെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല. അല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. മുഖ്യമന്ത്രി ഓഫീസുമായും പെൺകുട്ടിയുടെ ഒപ്പമുള്ളവർ ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ പെൺകുട്ടി പരാതി നൽകും. രാഹുൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി പെൺകുട്ടിക്കും അവർക്കൊപ്പമുള്ളവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ അന്വേഷണ സംഘത്തിനുമൊക്കെ ലഭിച്ചേക്കാം. എങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർക്കാരും അന്വേഷണ സംഘവും തയ്യാറെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രചാരണത്തിന് എത്തുന്നത് തള്ളാതെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ലൈംഗികാരോപണത്തിൽ കേസും FIR-ഉം ഉള്ള മുകേഷ് പ്രചാരണം നടത്തുന്നുണ്ടല്ലോ. പാർട്ടി പോലും നടപടിയെടുത്തിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും PMA സലാം പ്രതികരിച്ചു. അപ്പോൾ കൊല്ലത്ത് മുകേഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ LDF-ന് വേണ്ടി. രാഹുലിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു പറഞ്ഞ കേസില്ല. മുകേഷിൻ്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോഴും പാർട്ടിയിലുമുണ്ട്. മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ വിവാദം. അഭിഭാഷക പരിഷത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഭവത്തിൽ DYFI അഭിഭാഷക യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസിനും പരാതി നൽകി. പിന്നാലെ പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തി. പരിപാടികളിൽ ഭാരതമാതാവിന്റെ ചിത്രം വയ്ക്കുന്നത് പലരും വിലക്കുന്നുവെന്നും രാജ്ഭവനിൽ വന്ന ചിലർ ഈ സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചുവെന്നും ഗവർണർ പ്രതികരിച്ചു. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സമീപനം ആണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നേതാവ് CM നാസർ വ്യക്തമാക്കി. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ, ഭരണഘടനയുമായോ നമ്മുടെ ദേശീയതയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബിംബം, ആ ബിംബമാണ് അവിടെ പ്രദർശിപ്പിച്ചത്. അപ്പൊ അത് നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരാണ്. അവിടെ നടത്തിയ പ്രസംഗത്തിൽ പോലും അത് കേട്ടവർക്കെല്ലാം വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. കാരണം മതനിരപേക്ഷത എന്ന് പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് നമ്മുടെ ഗവർണർ പറയുന്നത്. എത്രയോ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള സൂചനയാണത്. എല്ലാ പൈതൃകവും മൂല്യങ്ങളും അടങ്ങുന്നതാണ് ഭരണഘടന. ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തയ്യാറാകുന്ന ഒരു സമീപനം നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു വേദിയിൽ തന്നെ സംഭവിച്ചു എന്നുള്ള വലിയ ഗുരുതരമായൊരു പ്രശ്നം. ആ പ്രശ്നം വളരെ കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തുന്നുണ്ട്. ആ പ്രതിഷേധ പരിപാടികൾ തുടരുന്നതിന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി പരാമർശത്തിൽ സിസ്റ്റർ ടീന ജോസിന് എതിരെ കേസ് എടുത്ത് അന്വേഷണം തുടങ്ങി. അഭിഭാഷകനായ സുഭാഷ് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. എന്നാൽ കൊലവിളിയല്ല, വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത് എന്ന നിലപാടിൽ ആണ് സിസ്റ്റർ ടീന.
കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. കുന്നുപാറ സ്വദേശി മുബഷീറാണ് മരിച്ചത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ അറസ്റ്റിലായാണ് കാസർഗോഡ് സബ് ജയിലിൽ എത്തിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്ന് പുലർച്ചെ 5:30 മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണോ എന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാ. അവർ മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞൊക്കെ. കഴിഞ്ഞ ദിവസം സബ് ജയിലിലെത്തി കുടുംബം മുബഷീറിനെ കണ്ടിരുന്നു. ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷീർ പറഞ്ഞുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഞങ്ങൾക്ക് സംശയമുണ്ട്, പരമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ദുരൂഹത നീക്കണമെന്ന് NA നെല്ലിക്കുന്ന് MLA. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇപ്പോൾ ഇന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നാറാണിയിൽ 8ാം ക്ലാസ്സുകാരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനായ അനന്തു എന്ന 13-കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിരന്തരം മൊബൈൽ കാണുന്നതിനും പഠിക്കാത്തതിനും വീട്ടുകാർ ശകാരിച്ചതാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക വിവരം. വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. അൽഫല സർവകലാശാലയിലെ ജീവനക്കാരൻ ആണ് അറസ്റ്റിലായത്. സൊയാബ് ഓഫ് ദജ് എന്നാണ് NIA-യുടെ കസ്റ്റഡിയിൽ ഉള്ള ആളിൻ്റെ പേര്. ഇതോടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 7 അതേസമയം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭം എന്നാണ് NSGയുടെ റിപ്പോർട്ട്. സുരക്ഷിതം എന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും 2023 അപേക്ഷിച്ച് IED സ്ഫോടനങ്ങളിൽ 60% വർധന ഉണ്ടായിട്ടുണ്ട് എന്നും അമിത്ഷായ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. ഒപ്പം രാജ്യത്തെ പല ഭാഗങ്ങളിലും സ്ഫോടനത്തിനുള്ള സാധ്യതയുണ്ട്. സ്ഫോടക വസ്തുക്കൾ സുലഭമെന്ന ഈ റിപ്പോർട്ട് എത്രത്തോളം ഗൗരവതരമാണ്? അഭിലാഷ്, ഇപ്പോൾ സൊയാബ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചുപോയ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ സഹായി കൂടിയാണ് ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് ഈ ഉമർ നബി ഇയാളെ വലിയ രീതിയിൽ ഈ ഒരു സ്ഫോടനത്തിന് വേണ്ടി സഹായിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ ഈ പല മേഖലകളിലേക്ക് കൊണ്ടെത്തിക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും ഉമർ നബിക്കും സംഘത്തിനും സഹായം നൽകി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സൊയാബ് എന്ന് പറയുന്ന ഇയാൾ ഈ ഫരീദാബാദിലെ അൽഫല കോളേജിലെ സ്റ്റാഫായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇയാളുടെ ഈ സൊയാബ് എന്ന് പറയുന്ന ആളുടെ അറസ്റ്റോട് കൂടി ഇതുവരെ 7 പേരെയാണ് കൃത്യമായി NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൻ്റെ ഒപ്പം മറ്റൊരു ആശങ്ക പരത്തുന്ന ഒരു വിവരം കൂടി, അതായത് NSGയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് രാജ്യത്ത് IED അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് NSGയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള വസ്തുക്കൾ, വളമടക്കമുള്ള സാധനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. അത് മാത്രമല്ല കെമിക്കലായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, അതുപോലെ ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങളെല്ലാം എളുപ്പത്തിൽ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് NSGയുടെ കണ്ടെത്തൽ. ഇതിനെതിരെ ഒരു നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കണമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി NSG ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് സമർപ്പിച്ചത്. മാത്രമല്ല ഇതുപോലെ ഗുരുതരമായ മറ്റൊരു കാര്യം, രാജ്യത്ത് നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന പല ഗ്രാമങ്ങളിലും ഏത് നിമിഷവും ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം
ആളുകളിലേക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകളിലേക്ക് ഭീകരവാദം എത്തുന്നു. അവർക്ക് ഇതെങ്ങനെയാണ് ഈ ബോംബുകൾ ഉണ്ടാക്കുന്നത്, IED അടക്കമുള്ള ബോംബുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ഓൺലൈൻ കണ്ടന്റായി ലഭിക്കുന്നു. മാത്രമല്ല ഇതിന് തെളിവായിട്ട് പറയുന്നത് 2023 അപേക്ഷിച്ച് 2024 ഇത്തരം സ്ഫോടനങ്ങളിൽ 60% വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നു. അതിൽ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് 2023 60% 2024 കൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് സഹായകമാകുന്നത് ഇൻഫിൽട്രേഷനാണ്. അതായത് രാജ്യത്തിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു. അതിന് അവർ ഡ്രോണുകളുടെ സഹായം ഉപയോഗിക്കുന്നു. മാത്രമല്ല സായുധ ഭീകരരുടെ സഹായം ഭീകരർ ഇതിനായി നുഴഞ്ഞു കയറുന്നതിനായി ഉപയോഗിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം NSGയുടെ കണ്ടെത്തലിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണെന്നുള്ള റിപ്പോർട്ടാണ് NSG ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുള്ളിൽ പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. രാജ്യത്തിനുള്ളിൽ നിന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത NSG കണ്ടെത്തുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അയോധ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ NSGയുടെ പുതിയ വിങ്ങുകൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം അമിത്ഷാ ഇന്ന് പറയുന്നുണ്ട്. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ജമ്മു തുടങ്ങിയ സ്ഥലങ്ങളിൽ NSGയുടെ പുതിയ വിങ്ങുകൾ സൃഷ്ടിക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 7ാമത്തെ ആൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഈ സ്വയാബ് എന്ന് പറയുന്ന ആളുടെ അറസ്റ്റോടുകൂടി ഇപ്പോൾ 7 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളിൽ നിന്നുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല NSGയുടെ കണ്ടെത്തലുകൾ ഏറെ നിർണായകമായതാണ്. ഇത്തരം സാധനങ്ങൾ, ഈ സ്ഫോടക IED നിർമ്മിക്കുന്നതിനുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്നു. അതിൻ്റെ രാസപദാർത്ഥങ്ങൾ ആർക്കും വാങ്ങാം, എവിടെ നിന്നും വാങ്ങാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അത് ഒഴിവാക്കിയില്ലെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഇനിയും സംഭവിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് NSG മുന്നോട്ട്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 17 വർഷം. ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാനി ഭീകരർ മുംബൈയെ മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയ ആക്രമണത്തിൽ 166 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ച സംഭവം കൂടിയായിരുന്നു ആ ആക്രമണം. നീതിക്കായുള്ള ഇന്ത്യയുടെ പോരാട്ടം ഇന്ന് 17 വർഷം പിന്നിടുന്നു. 2008 നവംബർ 26 കറുത്ത രാത്രി പക്ഷേ ഈ രാജ്യത്തിന്റെ മനസ്സിൽ ഒരു നീറ്റലായി ഇന്നും അവശേഷിക്കുകയാണ്. സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ മുൾമുനയിൽ നിർത്തി നിരപരാധികളായ 100 കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ നഷ്ടപ്പെട്ട ജീവനുകൾക്കും രാജ്യത്തിനായി പോരാടി വീരചരമം പ്രാപിച്ച ധീര സൈനികർക്ക് മുന്നിൽ രാജ്യം ശിരസ് നമിക്കുകയാണ്. മറക്കാനാവില്ല നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് 1 നവംബർ 26. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിലെ 10 അംഗ സംഘമാണ് മുംബൈ നഗരത്തെ ഭീകരാക്രമണത്തിന്റെ മുൾമുനയിൽ നിർത്തിയത്. ലഷ്കർ ഇ തൊയ്ബയുടെ നേതാക്കളായ സഖിയുർ റഹ്മാൻ ലഖ്വി, ഹാഫിസ് സയ്യിദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. പാകിസ്ഥാനിലെ മുസാഫറാബാദിൽ സമുദ്രയുദ്ധ പരിശീലനം നൽകിയ ക്യാമ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിലും ISAയിലും ഉണ്ടായിരുന്ന മുൻകാല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. US പൗരനായ ഡേവിഡ് ഹെഡ്ലിയും തഹാവൂർ റാണയും മുംബൈയിൽ GPS-ഉം വീഡിയോകളും ഉപയോഗിച്ച് താജ്മഹൽ പാലസ് ഹോട്ടൽ, ഒബ്റോയ് ട്രൈഡൻ, നരിമൻ ഹൗസ്, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നിവയുടെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കി. മേജർ ഇക്ബാൽ എന്നറിയപ്പെടുന്ന ഒരു ISI ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ഫണ്ടിംഗ് ഉറപ്പാക്കി. അജ്മൽ കസബ്, ഇസ്മായിൽ ഖാൻ, ഷൊഹൈബ്, നാസിർ തുടങ്ങിയ 10 തെരഞ്ഞെടുക്കപ്പെട്ട ഭീകരർക്ക് ഫിദായിൻ എന്ന ആത്മാഹുതി യൂണിറ്റിന്റെ പ്രത്യേക പരിശീലനം നൽകി. ഈ ഭീകരർക്ക് കൊക്കൈൻ പോലുള്ള മരുന്നുകൾ നൽകി ഉറക്കമില്ലാതെ നീണ്ട ദൗത്യത്തിന് തയ്യാറാക്കി. അങ്ങനെ നവംബർ 23 കറാച്ചി അസീസാബാദ് തീരപ്രദേശത്ത് നിന്ന് ചെറിയ ബോട്ടിലാണ് ഭീകരർ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. 26 അറേബ്യൻ സമുദ്രത്തിൽ ഇന്ത്യൻ അതിർത്തിക്ക് 48 നോട്ടിക്കൽ മൈലിനകത്ത് ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യബന്ധന ബോട്ട് MV കുബേർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 5 ജീവനക്കാരിൽ 4 പേരെ കൊലപ്പെടുത്തി. ക്യാപ്റ്റൻ അമർ സിംഗ് സോളങ്കിയെ ബന്ദിയാക്കി മുംബൈയിലേക്ക് കപ്പലോടിച്ചു. 2 ഗ്രൂപ്പുകളിലായി ഭീകരർ ബദ്വാർ പാർക്കിന് സമീപവും കഫേ പരേഡിലും മുംബൈ തീരത്തിറങ്ങി. 60 മണിക്കൂറിലധികം നീണ്ട ആക്രമണത്തിന്റെ പ്രധാന കണക്കുകൾ ഞെട്ടിക്കും. 166 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 9 ഭീകരർ ഒഴികെ 157 പേർ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരായ 20 പേർ വീരമൃത്യു വരിച്ചു. ATS മേധാവി ഹേമന്ത് കർക്കറെ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, അശോക് കാംതെ, വിജയ് സലാസ്കർ എന്നിവരടക്കമുള്ള ധീരന്മാരെ അന്ന് രാജ്യത്തിന് നഷ്ടമായി. 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടവരിൽ 26 പേർ വിദേശ പൗരന്മാരായിരുന്നു. ഇത് ആക്രമണത്തിന് ഒരു അന്താരാഷ്ട്ര ഗൗരവം നൽകി. അമേരിക്ക, ഇസ്രായേൽ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യക്കാർ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
അന്ന് പ്രധാനപ്പെട്ട 12 ഇടങ്ങളിൽ വെടിവെപ്പും സ്ഫോടനങ്ങളും നടന്നു. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്, താജ്മഹൽ പാലസ് ഹോട്ടൽ, ഒബറോയ് ട്രൈഡന്റ് ഹോട്ടൽ, നരിമാൻ ഹൗസ്, ലിയോപോൾഡ് കഫേ തുടങ്ങിയ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ ലക്ഷ്യമാക്കപ്പെട്ടു. CST റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 58-ലധികം പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 7000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾക്ക് തീവ്രവാദികൾ നാശനഷ്ടമുണ്ടാക്കി. മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന ഏക ഭീകരനെ ജീവനോടെ പിടികൂടി. ഇയാളെ 2012 നവംബർ 21 തൂക്കിലേറ്റുകയും ചെയ്തു. ഭീകരാക്രമണ സമയത്ത് സുരക്ഷാ ഏജൻസികൾക്കിടയിലുണ്ടായിരുന്ന ഏകോപനമില്ലായ്മയും പ്രതികരണത്തിലെ കാലതാമസവും ഒക്കെ വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് സമാനമായ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യ തന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ സമൂലമായ മാറ്റങ്ങളാണ് പിന്നീട് വരുത്തിയത്. നവംബർ 26 ആക്രമണത്തിനു ശേഷം ഉടൻ രൂപീകരിച്ച ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന NIA. തീവ്രവാദ കേസുകൾ, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ രാജ്യത്തുടനീളം അന്വേഷിക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള ഫെഡറൽ ഏജൻസിയായി രാജ്യം NIA സ്ഥാപിച്ചു. കടൽ മാർഗം ഭീകരർ നഗരത്തിൽ പ്രവേശിച്ചത് തീരദേശ സുരക്ഷയിലെ പാളിച്ചകൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഇന്ത്യൻ നേവി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മാരിടൈം സെക്യൂരിറ്റിയുടെ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഫാസ്റ്റ് പെട്രോൾ വെഹിക്കിളുകളും ഇന്റർസെപ്റ്റർ ബോട്ടുകളും സജ്ജമാക്കുകയും ചെയ്തു. ആക്രമണ സമയത്ത് ഡൽഹിയിൽ നിന്ന് NST കമാൻഡോകളെ മുംബൈയിൽ എത്തിക്കാനുണ്ടായ കാലതാമസം ഒഴിവാക്കാൻ NSCയുടെ 4 റീജിയണൽ ഹബ്ബുകൾ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു. മൾട്ടി ഏജൻസി സെന്റർ, നാറ്റ് ഗ്രിഡ് തുടങ്ങിയവ നടപ്പിലാക്കിയ രാജ്യം തീവ്രവാദ വിരുദ്ധ നിയമമായ UAPയെ ശക്തിപ്പെടുത്തി. നീതിക്കായുള്ള പോരാട്ടം ഇന്ത്യ ഇപ്പോഴും തുടരുകയാണ്. ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായ ഹാഫിസ് സയ്യിദ്, സാക്കിർ റഹ്മാൻ ലഖ്വി എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാകിസ്ഥാന്റെ മണ്ണിൽ നടപടിയെടുക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസബിന്റെ വിചാരണയും ശിക്ഷ നടപ്പാക്കലും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്നും നവംബർ 26 രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം നവീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിക്കുന്നുണ്ട്. നീതി പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നതുവരെ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം അടിയറവ് പറയുകയില്ല. 76ാം ഭരണഘടനാ ദിനം ആചരിച്ച് രാജ്യം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കൊളോണിയൽ മനോഭാവം ഒഴിവാക്കി ദേശീയ ചിന്ത സ്വീകരിക്കുന്നതിനുള്ള മാർഗരേഖയാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മലയാളമടക്കം 9 ഭാഷകളിൽ ഭരണഘടനയുടെ ഡിജിറ്റൽ പതിപ്പ് രാഷ്ട്രപതി പുറത്തിറക്കി. हमारा संविधान हमारी राष्ट्रीय अस्मिता का ग्रंथ है. ये हमारी राष्ट्रीय पहचान का ग्रंथ है. ये कॉलोनियल माइंडसेट का परित्याग करके नेशनलिस्ट माइंडसेट के साथ देश को आगे बढ़ाने की मार्गदर्शक ग्रंथ है. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശക്തമായ ജനാധിപത്യത്തിനായി ഭരണഘടനാ കടമകൾക്ക് പൗരന്മാർ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരുന്നതിന് തടസ്സമില്ല എന്ന് സുപ്രീം കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ കോടതി സ്റ്റേ അനുവദിച്ചില്ല. കേരളത്തിന്റെ കേസ് ഡിസംബർ 2 പരിഗണിക്കും. കേരളത്തിന്റെ ഹർജിയിൽ ഇടപെടണോ എന്ന് 2 തീരുമാനിക്കാം എന്ന് സുപ്രീം കോടതി അറിയിച്ചു. ആശങ്കാജനകമായ സാഹചര്യമുണ്ടോ എന്ന് അന്ന് നോക്കാമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഡിസംബർ 1 തമിഴ്നാട് ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുവാഹത്തി ടെസ്റ്റിലും ഇന്ത്യക്ക് ദയനീയ തോൽവി. ദക്ഷിണാഫ്രിക്കയോട് 408 റൺസിനാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 140 റൺസിൽ അവസാനിച്ചു. 84 പന്തിൽ 54 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് പൊരുതിയത്. 25 വർഷത്തിനിടെ ഇതാദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത്. 549 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയെ 6 വിക്കറ്റ് എടുത്ത സൈമൺ ഹാർമർ ആണ് തകർത്തെറിഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട്. എൽദോ, ഇന്ത്യയുടേത് നാണം കെട്ട തോൽവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ തകർന്നടിഞ്ഞത്? അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട തോൽവിയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ചരിത്രത്തിൽ ഇത് 3ാം തവണയാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ വൈറ്റ് വാഷ് നേരിടുന്നത്. ഇതിൽ 2 തവണ ദക്ഷിണാഫ്രിക്കയോടാണ്, ഒന്ന് ഏറ്റവും ഒടുവിൽ ന്യൂസിലൻഡിനോട്. അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന തോൽവിയുടെ കാര്യത്തിൽ ഈ ഗുവാഹത്തി ടെസ്റ്റ് സ്മരിക്കും. കാരണം ഗുവാഹത്തി ആവട്ടെ ആദ്യമായി ടെസ്റ്റിന് വേദിയായിട്ടുള്ള ഗ്രൗണ്ട് എന്നതുകൂടിയാണ് ഈ മത്സരത്തിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു തരത്തിലും ഇന്ത്യ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
408 റൺസിന്റെ തോൽവി എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇതുവരെ വഴങ്ങിയ ഏറ്റവും വലിയ തോൽവി എന്നുള്ളതാണ് മറ്റൊരു മോശം റെക്കോർഡ്. ഇന്ത്യൻ ബാറ്റർമാർ അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തി. 489 റൺസിന് ഒന്നാം ഇന്നിംഗ്സ് സ്കോർ ചെയ്ത ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ 260 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യക്ക് മുന്നിൽ കൂറ്റൻ ടോട്ടൽ എത്തിയത്. ആ കൂറ്റൻ ടോട്ടലിലേക്ക് നീങ്ങി ഇന്ത്യ സമനിലയിലേക്ക് എത്താനുള്ള സാഹചര്യം പോലും ഒരുക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. കൊൽക്കത്തയിൽ ദയനീയമായി പരാജയപ്പെട്ട ഇന്ത്യ ഗുവാഹത്തിയിലും അത് ആവർത്തിച്ചു. ഉറപ്പായിട്ടും ചില വിമർശനങ്ങൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ, കോച്ചിനെതിരെയൊക്കെ ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം വലിയ ചർച്ചകൾ ഇതിനോടകം തുടങ്ങി കഴിഞ്ഞു. രവീന്ദ്ര ജഡേജ 54 റൺസ് എടുത്തത് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ആശ്വസിക്കാനുള്ള വക. ബാക്കി ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തി. യശസ്വി ജയ്സ്വാൾ 13 റൺസ്, KL രാഹുൽ 6 റൺസ്, സായ് സുദർശൻ 14, കുൽദീപ് യാദവ് 5, ധ്രുവ് ജുറേൽ 2, ഇങ്ങനെ നീളുന്നു. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 13 റൺസ് എടുത്താണ് പുറത്തായത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 6 വിക്കറ്റ് വീഴ്ത്തിയ സൈമൺ ഹാർമറാണ് ഈ മത്സരത്തിൽ കേമനായതെങ്കിലും കളിയിലെ താരമായി മാർക്കോ യാൻസിനെ തെരഞ്ഞെടുത്തു. സൈമൺ ഹാർമറാണ് ടൂർണമെന്റിലെ പരമ്പരയിലെ താരം. അങ്ങനെ 2 മത്സരങ്ങളുടെ പരമ്പര സമ്പൂർണ്ണ ജയം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ റാങ്കിംഗ് പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഓസ്ട്രേലിയക്ക് മാത്രം പിന്നിലാണ്. അങ്ങനെ ഇന്ത്യയുടെ മോശം ഫോം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും. ബാറ്റിംഗ് അത്ര ദുഷ്കരമായിരുന്നില്ല ഈ പിച്ചിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് എൽദോ പോൾ പുതുശ്ശേരി നൽകിയത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ നൽകിയ പീഡന പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി BJP നേതാവ് കൃഷ്ണകുമാർ. സാമ്പത്തിക തിരിമറി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പ്രതികളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. കേസിലെ കുറ്റപത്രത്തിലെ ചില കണ്ടെത്തലുകൾ ആശ്വാസകരമാണ്. പ്രതികൾ 4 പേർ മാത്രമല്ല, കൂടുതൽ പേരും ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നും കൃഷ്ണകുമാർ പറയുന്നു. എനിക്കറിയാം അവർ തെറ്റ് ചെയ്തു നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോഴും ഞാൻ ആലോചിച്ച് ചെറുപ്പക്കാരാണ് ഇവർക്ക് തുടർന്ന് ജീവിച്ചു പോകേണ്ടതാണ്. തെറ്റ് ചെയ്തെങ്കിൽ അവരെ പറഞ്ഞു വിടുക. പക്ഷേ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇത്ര തുക എടുത്തതായിട്ട് നമുക്കൊരു ഊഹം കിട്ടി. ഞാൻ എൻ്റെ 3-1 ചുരുക്കി നമ്മളെല്ലാം ഒത്തുതീർപ്പിലോട്ട് പോയി. ഇവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ഓക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയതാണ്. പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റായ നടപടി ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞ് അവർ 2 ദിവസം കഴിഞ്ഞ് കൗണ്ടർ കേസ് കൊടുക്കുന്നു. നമ്മുടെ കേസ് അന്വേഷിക്കാതെ കൗണ്ടർ കേസിൽ FIR ഇടുന്നു. അതും എല്ലാം നോൺ ബെയിലബിളാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയ വശം കാണുന്നുണ്ട്. കാരണം ഭരണകക്ഷിയുടെ ഭാഗത്തല്ല ഞാൻ വ്യത്യസ്തമായൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്ലിയറായിട്ടൊരു രാഷ്ട്രീയ സംഭവം കണ്ടെച്ചാൽ ആ സ്റ്റേഷനിൽ ആരോ ഇടപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേസിൽ അന്വേഷിക്കാതെ കൗണ്ടർ കേസ് അന്വേഷിച്ച് FIR ഇടുന്നു. കൗണ്ടർ കേസ് അന്വേഷിക്കണമെന്ന് ഒരിക്കലും പറയില്ല, അന്വേഷിക്കണം. പ്രത്യേകിച്ച് അപ്പുറത്ത് പെൺകുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ആ കേസ് അന്വേഷിച്ച് പോകണം. പക്ഷേ അതവിടെ ഇരുന്നിട്ട് കൗണ്ടർ കേസിൽ FIR ഇട്ടപ്പോഴത്തേക്ക് അതിൽ അതീവ ഒരു ഗുരുതരമായ തെറ്റ് കണ്ടു, സംശയങ്ങൾ തോന്നി തുടങ്ങി. ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ നമ്മൾ ആഭ്യന്തര മന്ത്രാലയം കൂടി കൈവശം വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നതും അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് പോയതൊക്കെ. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ കോടതി വിധി റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യം തള്ളി. CPIM നേതാക്കൾക്ക് 20 വർഷം തടവ് ശിക്ഷ വിധിച്ച വിധി റദ്ദാക്കണമെന്നത് ആണ് ആവശ്യം. ആ ആവശ്യമാണ് കോടതി തള്ളിയത്. കോടതി ശിക്ഷിച്ച നൌഷാദ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ CPIM സ്ഥാനാർത്ഥിയാണ്. വിധി വന്നുവെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ തുടരാനാണ് പാർട്ടി തീരുമാനം. കഴിഞ്ഞ ദിവസം കോടതി പരിസരത്ത് പ്രതികൾക്ക് CPIM സ്വീകരണം ഒരുക്കിയത് വിവാദമായിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ വീണ്ടും കസ്റ്റഡിയിലായി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ ദിവസം ബണ്ടി ചോറിനെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. മൂന്ന് വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധവും ഒടുവിൽ ഇല്ലാതാകുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതിയെ യുക്രൈൻ അംഗീകരിച്ചു. കരാറിൽ കൂടുതൽ ചർച്ചകൾക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തും. എന്നാൽ സമാധാന കരാർ റഷ്യയ്ക്ക് അനുകൂലം ആണ് എന്നുള്ള വിലയിരുത്തലുകളും വ്യാപകമായി പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തേത് താൻ അവസാനിപ്പിക്കാൻ പോകുന്ന 8ാമത്തെ യുദ്ധം എന്നാണ് ട്രംപിന്റെ അവകാശവാദം. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been
സമാധാന കരാറിൽ നിരവധി ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ അമേരിക്കയെ ധരിപ്പിക്കുന്നത്. 28-ന് സമാധാന കരാറിൽ യുക്രൈനിന്റെ ഏറ്റവും വലിയ ആവശ്യമായ നാറ്റോ അംഗത്വം പോലും നിഷേധിക്കപ്പെട്ടു. യുക്രൈൻ തങ്ങളുടെ അധീനതയിലുള്ള കൂടുതൽ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകേണ്ടി വരും. കൂടാതെ സൈനിക നിയന്ത്രണങ്ങളും യുക്രൈനുമേൽ ഈ സമാധാന കരാർ അടിച്ചേൽപ്പിക്കും. മറുവശത്ത് റഷ്യയ്ക്ക് ഉപരോധങ്ങൾ നീങ്ങിക്കിട്ടും. അമേരിക്ക റഷ്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താനും പദ്ധതിയിടുന്നുണ്ട്. അപ്പോഴും എന്തടിസ്ഥാനത്തിലാണ് കരാർ സെലൻസ്കി അംഗീകരിച്ചത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്ളോദിമിർ സെലൻസ്കി വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് തിരിക്കുന്നത്. പരിഷ്കരിച്ച US സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ആഴത്തിലുള്ള കരാറുകളിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പലതും USന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. ട്രംപിൽ നിന്ന് കൂടുതൽ സജീവമായ സഹകരണം താൻ പ്രതീക്ഷിക്കുന്നുവെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. യുക്രൈനിലെ കീവിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കനത്ത വിയോജിപ്പുകൾ തുടരുന്നുണ്ട്. 3.5 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക, യുക്രൈൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ജനീവയിൽ ചർച്ച നടത്തിയിരുന്നു. ചർച്ച ചെയ്ത കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ പ്രതിനിധികൾ പൊതുധാരണയിലെത്തിയെന്ന് യുക്രൈൻ ദേശീയ സുരക്ഷാ സെക്രട്ടറി റുസ്തം ഉമറോവ് പ്രതികരിച്ചു. റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് അന്ത്യമാകും. ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അമേരിക്കയുടെ പ്രതിനിധികൾ റഷ്യയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഉയർന്ന ചാരവും പുകയും ഇന്ത്യൻ ആകാശത്ത് നിന്ന് പൂർണ്ണമായും മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നലെ രാത്രി 10:30 ചാരവും കരിമേഘ പടലവും ചൈനീസ് ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചാരപ്പുക മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അതേസമയം ജാഗ്രതയ്ക്കുള്ള DGCA നിർദ്ദേശം തുടരുകയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. മുൻ DGP R ശ്രീലേഖയുടെ പേരിനൊപ്പം IPS വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPS എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ നിന്ന് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് മുൻ DGP കൂടിയായ R ശ്രീലേഖ. IPS പദവിയുടെ ആ പേര് കൂടി ചേർത്തായിരുന്നു പ്രചരണത്തിലും ഫ്ലക്സ് ബോർഡുകളിലടക്കം പേര് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെ ഇതേ മണ്ഡലത്തിൽ തന്നെയുള്ള ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈയൊരു പദവി, ഔദ്യോഗിക പദവിയുടെ പേര് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം BJP നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈയൊരു പേരുള്ള ഭാഗങ്ങളിൽ റിട്ടയർഡ് എന്ന് ചേർക്കുകയോ ആ IPS എന്ന ഭാഗം മായ്ച്ചു കളയുകയോ ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ BJP പ്രവർത്തകരടക്കം. അത്തരത്തിൽ ഈ ഒരു നിയമക്കുരുക്കിനെ മറികടക്കാനാണ് BJPയുടെ ശ്രമങ്ങൾ നടക്കുന്നത്. ഈയൊരു ശാസ്തമംഗലം വാർഡിൽ നിന്നും വിജയിച്ച് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് R ശ്രീലേഖ. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും മുന്നോട്ടെടുത്ത് പറയുന്ന ഒരു സംഭവമായിരുന്നു മുൻ DGP ആയിരുന്ന ശ്രീലേഖ BJP നേതൃത്വത്തിലേക്ക് വരികയും പിന്നീട് ഈ ഒരു മത്സര രംഗത്തേക്ക് സജീവമാവുകയും ചെയ്തത്. വളരെയധികം സജീവമായി പ്രവർത്തനവും ഗൃഹസന്ദർശനവും നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് വിദഗ്ധമായി മറികടക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പല ഭാഗത്തു നിന്നും ഫ്ലക്സുകളടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. ചില ഫ്ലക്സുകളിൽ IPS എന്ന ഭാഗം മായ്ച്ചു കളയുകയോ അതിനൊപ്പം റിട്ടയർഡ് എന്ന് ചേർക്കുകയോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ജോസ് കെ മാണിയുടെ മകൻ KM മാണി ജൂനിയർ കോട്ടയം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടിയാണ് KM മാണിയുടെ ചെറുമകൻ എത്തിയത്. നേരത്തെയും പല പരിപാടികളിലും KM മാണി ജൂനിയർ പങ്കെടുത്തിരുന്നു എങ്കിലും രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നാണ് കുടുംബം പ്രതികരിച്ചിരുന്നത്.
പൂഞ്ഞാർ മേഖലകളിലെ വിവിധ ഇടങ്ങളിലാണ് KM മാണി ജൂനിയർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം KM മാണിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പിന്നീട് ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്, ജോസ് കെ മാണി ഒക്കെ ഇറങ്ങുന്ന സമയത്തുള്ള വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതായി അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഏതാണ്ടൊരു പിന്തുടർച്ച എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് KM മാണിയുടെ ചെറുമകൻ KM മാണി ജൂനിയർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം KM മാണി എന്ന പേരിലാണ് ഔദ്യോഗികമായുള്ളത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടത്തിലും ചില പരിപാടികളിൽ, പൊതുപരിപാടികളിലൊക്കെ ചിലയിടത്തൊക്കെ കൊടിയൊക്കെ പിടിച്ചു നിൽക്കുന്ന വാർത്ത വന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് അന്ന് കുടുംബം തള്ളുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പലയിടത്തും വോട്ട് അഭ്യർത്ഥിച്ച് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. വീട്ടുകാരോട് തൊഴുത് വോട്ടൊക്കെ അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തെ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ഫേസ്ബുക്കിലൊക്കെ ഇടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ തുടർച്ചയായി ഈ KM മാണി ജൂനിയറും ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു, അതായത് ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഒരു ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രവേശനം എന്ന നിലയിൽ ഇപ്പോൾ ഇതിനെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവേശനം ഫലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാവിയിൽ ഒരുപക്ഷെ യൂത്ത് ഫ്രണ്ടിന്റെ ഒക്കെ ചുമതലകളിലൂടെയാണ് ജോസ് കെ മാണി വന്ന രീതിയിൽ തന്നെ ആയിരിക്കും KM മാണിയും വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് കരുതാൻ കഴിയും. ഭരണമാറ്റമല്ല ഭരണശൈലിയിലെ മാറ്റമാണ് BJP വാഗ്ദാനം ചെയ്യുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 21,605 വാർഡുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. ചില ജില്ലകളിലെ അഭാവം വരും കാലങ്ങളിൽ നികത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനലായോ ഫൈനലായോ BJP കാണുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നില്ല. ഇതൊരു സാധാരണ ഒരു പൊതുസമൂഹത്തിന് വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു, ഞാൻ പറഞ്ഞ പോലെ, തേർഡ് ടിയർ ഓഫ് ഗവർണൻസ് ആണ്. ഇതൊരു ഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വികസിത കേരളം. വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം, വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം, ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ, കാഴ്ചപ്പാട്. എന്താണ് വികസനം? ഒരു പ്ലാൻ. ആ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം ഗ്രാമിന് 11,725 രൂപ, പവൻ 93,800, 18 ക്യാരറ്റ് ഗ്രാം 9,700, പവൻ 77,600, വെള്ളി ഗ്രാം 170 കിലോ 1,70,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.